Jingle bells, jingle of the bell. Always rises joy. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്രിസ്മസ് ആണ്. എല്ലാവരും ക്രിസ്മസ് ആയിട്ട് തന്നെ ഈ ഒരു അവരാധിയിൽ നിന്നുമാണ് തുടങ്ങുന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഓഫ് കോഴ്സ് നമുക്ക് ഈ അവരാധിയിൽ നിന്ന് തന്നെ തുടങ്ങും. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി കണ്ടന്റാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ടന്റ് സാധാരണ ഒരു വിഷയം എടുത്ത് വെച്ച് സംസാരിക്കുന്നതല്ല. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് റാൻഡമായിട്ട് കുറേ റീല് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് റാൻഡമായിട്ട് കണ്ടുപോകുന്ന പ്രക്രിയയും അതിൻ്റെ ഒരു റിയാക്ഷനും ഒക്കെയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ റാൻഡമായിട്ട് പോകാനാണ് തീരുമാനമെങ്കിലും എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ആവരാതി മോനെ തന്നെ അലിൻ ജോസ് പെരേര. കാരണം ഇവനെ പറയണമെന്ന് കുറെ ദിവസമായിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇവനൊരു കണ്ടന്റ് ചെയ്യാൻ എനിക്കൊരു മടി. എന്തിനീ ആർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കണ്ടന്റ് ചെയ്ത് എന്നെ സമയം കളയണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളെ. എന്തായാലും ഈ അവരതിക്ക് രണ്ട് പറഞ്ഞു തന്നെ ഇന്നത്തെ കണ്ടന്റ് തുടങ്ങാൻ വന്നാണ്. അവന്റെ ജിങ്കിൾ ബെല്ല് നമുക്കൊന്ന് കാണാം. Jingle bells, jingle bells, jingle of the bell. Always rises joy. സഹിക്കാൻ പറ്റില്ല. മതി അവരാതി അപ്പൊ എനിക്ക് തുമ്പിയും കമ്പിയൊക്കെ പറഞ്ഞു വേണ്ട. ക്രിസ്മസ് മതി ഇവനെയൊക്കെ കണ്ട് എനിക്ക് സമയം കളയാൻ വയ്യ. നമുക്കല്ലാതെ റീൽ റിയാക്ഷനിലോട്ട് പോവാം. ഇവന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ എടുത്തായിരുന്നു. ഇനി തീർന്നു. ഇതെന്താ സെർച്ച് ഇങ്ങനെ ഇരിക്കുന്നു? ഏതോ ഒരു സാന്റാക്ലോസിന്റെ വേഷമൊക്കെ ഇട്ട് ഒരു ചേച്ചി വന്നൊരു അപ്പൻ്റെ സംസാരിച്ച് കണ്ടന്റ് എടുക്കുകയാണ്. ഓക്കെ, ആരാണ് ഈ ചേച്ചി? പാവങ്ങളുടെ ക്രിസ്മസ് പപ്പയായി വന്നതാരാ? ആംഗ്രൂസ് ഗിഫ്റ്റിന്റെ സമ്മാനങ്ങൾ കൊടുക്കാനെത്തിയ ഋതുമന്ത്ര. ആരുടെ ഈ ഋതുമന്ത്ര? പാവങ്ങളുടെ നീലക്കുയിലാണല്ലോ ഈ വീഡിയോ ഇട്ടിട്ടുള്ള. പാവങ്ങളുടെ ക്രിസ്മസ് ഫാദർ വേറെ ഉണ്ടായതുപോലെ നോക്കട്ടെ, പറയാൻ പറ്റൂല. ചിലപ്പോൾ പാവങ്ങളുടെ ക്രിസ്മസ് ഫാദറിൻ്റെ വേറെ വീഡിയോയും കാണും. നമുക്കൊന്ന് നോക്കാം. അവരാതെ അലിൻ ജോസ് പെരേര ഇനി എൻ്റെ ഫീൽഡിൽ മേലാൽ വരാൻ പാടില്ല. അവൻ ഈ ഏരിയ കണ്ടുപോയി. എന്തായാലും നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു മതി. എനിക്കൊന്നും പറയാനില്ല. ഈ അവരാതിമോ വീണ്ടും വന്ന് കയറുന്നുണ്ട്. ഇവൻ എൻ്റെ ഫീൽഡിൽ നിന്ന് പോകുന്നില്ല. AJP എന്റെ ചെസ്റ്റിലേക്ക് നോക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഒരു ഇഷ്യൂ. ആക്ച്വലി AJP എന്താ പറയാ, അലൻ എല്ലാ ഗേൾസിന്റെ അടുത്തൊപ്പം ഒരു ഒത്തിരി ഗേൾസ് അലന്റെ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. കൈനിറയെ സമ്മാനങ്ങളുമായാണല്ലോ കുഞ്ഞുങ്ങൾക്കടക്കം ക്രിസ്മസ് ഫാദർ ഇറങ്ങിയിട്ടുള്ള. പക്ഷെ കവറിൻ്റെ അകത്തൊരു 10 രൂപ ബിസ്ക്കറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഒരു പോയിന്റ് നോക്കുമ്പം 10 രൂപ ബിസ്ക്കറ്റെങ്കിലും അവർ കൊടുത്തല്ലോ എന്ന് പറയാം. പക്ഷേ വേറൊരു പോയിന്റ് നോക്കുമ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയത് പോലെ തോന്നിയില്ലേ? ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതുപോലെ തോന്നിയില്ലേ? എന്തേലുമൊക്കെ ചെയ്യട്ടല്ലേ. പോട്ട്, എന്തായാലും ഒരു 10 രൂപ ബിസ്ക്കറ്റെങ്കിലും കൊടുത്തല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. റിയലായി നടന്നെങ്കിലും അതെ, എറണാകുളത്ത് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കേക്ക് മുറിച്ചു കൊടുത്തപ്പോൾ ചെറുക്കൻ എന്ത് ചെയ്തുവാ? ചെറുക്കൻ തിരിച്ച് അനുമോൾക്ക് കൊടുത്തപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ ആയിരിക്കും. നല്ലതാ. ഇത് അത്രേ ഉള്ളൂ. ഫോർച്യൂണറിന്റെ പരസ്യം കാണല്ലോ. ഇതാരാ? AJP യാ? അയ്യോ, ഈ കോപ്പ വെള്ളത്തിൽ വീഴുന്നെങ്കിൽ തീർന്നാൽ മതിയായിരുന്നു. ശല്യം തീരുമായിരുന്നു.
എടാ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ആ ബാഗ് മറ്റേ എടുത്ത് ചാട് അത് വലിച്ചിട്ടിട്ട് ഇതിന്റെ പേര് മറന്നില്ല ലൈഫ് ജാക്കറ്റ് ഊരി കളഞ്ഞിട്ട് എടുത്ത് ചാട് തീരിട്ടാ 2 വർഷം വെള്ളത്തിൽ മുട്ടിയാലേ മൂവേയുള്ളൂ. 2 സൈഡിൽ ഒരുമിച്ച് വെച്ചേ. അതാണ് ബാക്കിലേക്ക് ഇവന് പോയിട്ടൊരു കമന്റ് ഇട്ടില്ലേ എനിക്ക് സമാധാനം കിട്ടില്ല. കമന്റ് ബോക്സ് നല്ല കമന്റ് ബോക്സ് ആണല്ലോ. 2 സൈഡ് കമന്റ് ബോക്സ് ഒന്ന് നോക്കാം കേട്ടോ, എന്നിട്ട് പോവാം. അതിന് ഒന്നും ഒരു കഴിവും ഇല്ല, എന്നാലും എല്ലായിടത്തും എല്ലാവർക്കും അറിയാം. എല്ലാവരും പൊക്കോ, കാറ്റടിച്ച് എങ്ങോട്ടെങ്കിലും പൊക്കോളും. ഇവനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതിയായിരുന്നു. മുതലൊന്നും ഇല്ല അവിടെ. അത് ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇതാണ് കേട്ടാ പെരേര എന്ന് പറയുമ്പോ. അപ്പോ കണ്ണകിയാണ്. ഓക്കെ, ഇന്നലെ അലിൻജോസ് പെരേരയുടെ കൂടെയുള്ള കണ്ടന്റ്സ് ഞാൻ നിർത്തുന്നു എന്ന് ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് കുറെ മെസ്സേജസ് വന്നിരുന്നു, കുറെ പേരുടെ സന്തോഷം ഞാൻ കണ്ടു. ഇതൊക്കെ ഏതാടാ യൂണിവേഴ്സ്? സത്യം പറയാലോ, എന്റെ റീലാണ്, ഞാനിത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ്. എന്റെ ഫീഡ് മൊത്തം ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെയാണ് വരുന്നത്, അല്ലാണ്ട് ഒന്നും വരുന്നില്ല. അലിൻജോസ് പെരേര, ആറാട്ടണ്ണൻ, ഇമാതിരി അപരാധങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഈ ചേച്ചി എനിക്ക് അറിയത്തില്ല, ഏതോ യൂണിവേഴ്സാണ്, പുതിയ യൂണിവേഴ്സിലെ ചേച്ചിയാണെന്ന് തോന്നുന്നു. കണ്ണകി കണ്ടു, നല്ല കാര്യമെന്ന് കുറെ പേര് പറഞ്ഞു. ചിലർക്ക് സംശയം, ഇനി പോകത്തില്ലല്ലോ, അത് വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണോ? ഒരിക്കലും ഇത് കണ്ടന്റ് അല്ല. വേറെ സ്ത്രീകൾ കണ്ടന്റിന് വേണ്ടി പലതും പറയുമായിരിക്കും. ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല. ഇനി അവന്റെ കൂടെ ഒരു കണ്ടന്റിലും ഇല്ല. ഇവന്റെയൊക്കെ കൂടെ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിയാൽ തന്നെ ജീവിതം തീർന്നങ്ങ് കൂട്ടിയാൽ മതി. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടാ. നമുക്ക് ഉള്ള കാര്യം മാത്രം പറഞ്ഞ് ശീലമുള്ളൂ. ഓക്കെ, ഇതെന്താ 2021 ഇവനെ പോട്ടെ, അവൻ എന്തെങ്കിലും ഡാൻസ് എങ്കിലും കളിക്കണല്ലോ. ഒന്ന് തുള്ള പോ. ഇത് നോക്കട്ടെ, ഡാൻസ് ശ്രീനിവാസൻ. മലയാളത്തിൽ ഇത്രയും സിമ്പിൾ ഡാൻസ് ശ്രീനിവാസനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇമോഷണലി എന്തോ ഒരു സാധനം വീക്കാവുകയാണ്. ശ്രീനിവാസൻ ഓർമ്മ. ഇതേതാ? സാന്റാനെ കാണുന്നുണ്ടായിരുന്നില്ല, എന്റെ പെരേര പാപ്പനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട്. എടാ അവരാതി മോനെ, എടാ താമരപ്പുണ്ട്, എടാ തൃക്കാവടി, എടാ നീ പോടാ. നിന്നെ കാണുമ്പോഴേ ഒന്നും പറയാനില്ല. താടിമുടിയൊക്കെ നരച്ചു പോയി എന്റെ പപ്പയുടെ. ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ. ഇവന്റെയൊക്കെ കൂടെ വന്നിട്ട് അഭിനയിക്കാൻ നിനക്കൊക്കെ കാണിക്കുന്ന ആ ഉളുപ്പില്ലേ, അതൊന്ന് മാറ്റിവൈ. ഈ മാലാഖമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മതി. നമ്മൾ കാണുന്ന റീൽസിലെ പുരോഗമനം യഥാർത്ഥ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവനായിടെ ഞാനില്ലേ, നമ്മളില്ലേ. റിലാക്സ് ബേബി. ഓക്കെ, മതി, മൂഡ് കളയാത്ത. ഇതേതാ? അപ്പം ഞങ്ങൾ ഒരുമിച്ച് അടുത്ത പടത്തിൽ ഉറപ്പായിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം. പിന്നെ നിന്റെ പടം കാണുന്ന ഡിവോഴ്സ് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം? ഒന്നും കാണണ്ട, പോ. ഇവൻ ഈ വിരൽ പിടിച്ച പരിപാടി നിർത്തുന്ന പരിപാടി ഇതുവരെ ആയിട്ടില്ല. അല്ല സീരിയസ്ലി, ഇവൻ ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. അത് അവന്റെ പതിവാണ്. ഇവന്റെ പിന്നാലെ ക്യാമറ പിടിച്ച് ഓടുന്ന എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത്. യവനോ വെളിവില്ല, കാണുന്ന ബാക്കിയുള്ളവർക്കും വെളിവില്ലാതെ ഇരിക്കേണ്ട എന്തിനാണ്? മെട്രോ സ്റ്റേഷനിലേക്ക് ഓടിക്കേറി ഷൈൻ ടോം ചാക്കോ. പിന്നെ വലിയ അനകാര്യമില്ല. ഇവന് വെളിവില്ലാത്ത എന്ത് തേങ്ങ അവനൊക്കെ. പക്ഷെ അവിടെ വന്ന് കേരളത്തിൽ നമ്മൾ സംസാരിച്ചാണ് കുറെ വിവരദോഷികളുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഞാൻ എപ്പോഴും വിളിക്കുന്നവർ തന്നെയല്ലേ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്.
നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ കൈ കൊടുത്തിട്ട് പോകുന്ന പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടൻ നന്ദു ചേട്ടൻ പുറത്ത് തട്ടി ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചോണ്ട് എന്റെ വല്ലതും പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചു തിരിച്ചു പറഞ്ഞു. ആറാട്ടെണ്ണ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? ആറാട്ടെണ്ണ ഫീൽഡ് ഔട്ട് എണ്ണനാണ്. ചെപ്പര അടിയിലെ കുറവുണ്ട്. പിന്നെ തോളി തട്ടി ശരിയാണ്. ഇവനൊക്കെ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ അവിടെ കയറി തൂർന്ന ടീമുകളാണ്. അതുകൊണ്ട് അടിയിലെ കുറവുണ്ട്. അവന് ഒരെണ്ണം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട് ഈ മോനാണ് എത്രയും ഇടി മിന്നൽ വെറുതെ പോകുന്നു. കാറ് കയറി വിളിച്ചവൻ കയ്യിൽ ബാറ്റ് എടുത്താ പേരാര് ചെയ്തത്. കാറ് കയറി വിളിച്ചിരിക്കുന്നു. കാറോട്ടി കറഞ്ഞിട്ടായിരിക്കും. എന്താ സംഭവം നോക്കട്ടെ. ഇതാരാ? നന്ദനയാ? നന്ദന തന്നെ മറ്റേ ബിഗ് ബോസിലാ നന്ദന. അവള് തന്നെ ലെവല് തന്നെ. ലെവല് സ്കൂട്ടി ഓട്ടിക്കുന്നു. എന്തോ വലിയ സംഭവം എന്നാണ് പറയുന്നത്. മാസ്ക് ഇട്ട് സ്കൂട്ടറിൽ അടിനാശ. ഇവളെന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് 1000 rupees തരും. ഒരു ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് മാറും. ഈ വിരലുകൊണ്ടില്ലേ ഈ പേന ഫുൾ എടുക്കണം. 1000 രൂപ കിട്ടും ജയിച്ചാ. പേരെന്താ? ഞാൻ പറഞ്ഞ റൂളെല്ലാം ഫോളോ ചെയ്യണം. അത്യാവശ്യമായിട്ട് ഇനി നോക്കേണ്ടത് HIV ടെസ്റ്റ് ആണ്. ഗവൺമെന്റ് ജോലി ജാതകമൊക്കെ പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് 15-24 പ്രായക്കാർക്കിടയിൽ HIV കേസുകൾ വർധന ആശങ്കാജനകം. 2024 സംസ്ഥാനത്ത് 1212 പുതിയ HIV കേസുകൾ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എനിക്കതേ പറയാനുള്ളൂ. HIV ടെസ്റ്റ് ആണ്. അതിനുശേഷം മാത്രം കല്യാണം. എടുത്തുക നോക്ക്, ഒരു 5 ദിവസം ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനാ പറഞ്ഞത്. ഇതൊക്കെ സൂര്യ നസ്രിയ എല്ലാവരും ഉണ്ടല്ലോ. നസ്ലിൻ, കാർത്തി, ഇതൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. ജ്യോതിക, മറ്റേ ഇവര് പുതിയ പടം വല്ലതും ആണ്. എന്തേലും ആവട്ടെ, നല്ല നല്ല പടവും വന്നാൽ മതിയായിരുന്നു. ഓക്കെ, അനുമോൾ നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം അനുമോൾ. നല്ലൊരു നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ let's invite the one and only Big Boss winner, the second lady Big Boss winner, Anumol onto the stage. അതെ, ഫസ്റ്റ് ദിൽഷയായിരുന്നു. സെക്കൻഡ് ലേഡി ബിഗ് ബോസ്. Yes. കാണണ്ട പോട്ട് പഠിക്കാൻ താല്പര്യം? ഞങ്ങൾ കുറെ പറഞ്ഞു ചേച്ചി പഠിക്കില്ല. ചേച്ചി പഠിക്കുന്നുണ്ടോ? അതെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. ഇനി ഞാൻ പഠിക്കില്ല. ചേച്ചിയും പഠിക്കില്ല, ആരും പഠിക്കില്ല. നിങ്ങളൊക്കെ ഏത് യൂണിവേഴ്സ്? ഇത് രേണുവിന്റെ കൂടെ മറ്റേ പോലീസായിട്ടൊക്കെ നടന്ന യൂണിവേഴ്സിലുള്ള ആളല്ലേ? പഠിക്കാൻ താല്പര്യം? അല്ല, ഞാൻ പ്രാങ്ക് സീനായി. അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ വന്നിട്ട് എന്റെ അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. എന്റെ ആരെങ്കിലും എന്റെ റിലേറ്റീവിന് എന്റെ ഹസ്ബൻഡ് എന്റെ മോനെ ആരെങ്കിലും പെർമിഷൻ അതിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനി എന്താണ് കുഴപ്പമില്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. ഫുൾ വീഡിയോ കമ്മിങ് സൂൺ. ക്ലിക്ക് ബൈറ്റ് ആയിരിക്കും. ഇത് ഏതാ ചേച്ചി? വീണ്ടും ഞാൻ. ഏതോ ചേച്ചി മേരി ക്രിസ്മസ് ആയിട്ട് വന്നിരിക്കുകയാണ്. പോട്ട്. ഇതെന്താ സംഭവം? എന്റെ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടാ. എന്താ നിങ്ങൾ ഇത്ര നേരം എന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നുള്ള ഫുൾ വീഡിയോ കിടക്കുന്നുണ്ട്. ട്രാവലിംഗ് കുഴപ്പം. എനിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം കുരു കിട്ടും. ഈ ട്രാവലിംഗ് കുഴപ്പന്മാരെ കണ്ടു കഴിഞ്ഞാൽ. ലവ് മെയ്ഡ് ഒഫീഷ്യൽ ഏതോ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ചെക്കൻ കാണൽ. ഓക്കെ, പയ്യനെ കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടി വീട്ടിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, നല്ല പരിപാടിയാണ്. അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ലൊരു മൊമെന്റ്, നല്ലൊരു നിമിഷം. എല്ലാവരും ചുറ്റും നിന്ന് വീഡിയോ എടുക്കുന്നു. വാവ്, അമേസിങ്. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. നമുക്ക് കണ്ടിരിക്കാനുള്ള ഭാഗ്യമുള്ളൂ. പോട്ട്. ബാക്കിയുള്ളവരുടെ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ളത് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇരുന്ന് കണ്ടോണ്ടിരിക്കാം. അല്ലാണ്ട് എന്നാ പറയാനാ? ഓക്കെ, നിങ്ങളൊക്കെ എൻജോയ്. കാണുമ്പോൾ സങ്കടം വരും. വാഴ ഒന്നല്ല. ബണ്ണ്. ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്.
നിന്റെ തന്താരടാ, തന്തയില്ലാത്തവനെ. എനിക്ക് അത്രയും കലിയുണ്ടോ? നിന്റെ തന്തയ്ക്ക് വിളിച്ചെന്ന് തോന്നിക്കൊണ്ട് കേസ് പറ. 4 ഷൂ പോളിഷ് ചെയ്താലേ അവന്റെ അച്ഛൻ വരുവുള്ളൂ ഒന്ന്. റോക്കി ഭായിയുടെ അവസ്ഥ മൂഞ്ചി. തിരക്കിന്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയേക്കാൾ വലിയ പോരാളി. നിന്റെ അച്ഛന്റെ അച്ഛാണ് അമ്മയേക്കാൾ വലിയ പോരാളി. എനിക്ക് പോടാം. കാണാൻ വയ്യാത്തോണ്ടാ കണ്ടോ? അയ്യോ ഇതൊന്നും കാണാനേ വയ്യ. മറ്റേ ചേച്ചിക്കില്ല വീണ്ടും. ക്രിസ്മസ് അപ്പൂപ്പനായ ഋതു മന്ത്ര. എല്ലാരും കൂടി അനുകരിക്കട്ടെ. ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയട്ടാ. ഈ ചില സമയത്ത് ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കണക്റ്റ് ആയിരിക്കാറുണ്ട് ഈ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന കാണുമ്പോൾ. പക്ഷെ അത് ഒരു പോയിന്റിൽ ചില സമയത്ത് നോക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ, ഇത് വേണോ, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പ്രകസനം കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വിഷയത്തിൽ ഡബിൾ മൈൻഡിലാണ് നിൽക്കുന്നത്. ചാരിറ്റി ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നത് കൊണ്ട് അത് കണ്ട് ആരെങ്കിലും ഇൻസ്പയർ ആകും എന്നുള്ളൊരു പോയിന്റ് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പാവപ്പെട്ടവരൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് അതെടുത്ത് നാട്ടുകാരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നത് ഫെയർ ആണോ? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനൊരു ഡബിൾ മൈൻഡിലാണ് ഈ കേസിൽ. കോപ്പില പരിപാടി കുറ്റുമ കുറ്റു. മരവാഴതാ പോണ് വീണ്ടും വെള്ളത്തിൽ. ഇത്രയും ഇടിയും മിന്നലും വെറുതെ പോണ്. ഏതെങ്കിലും 2 എണ്ണം ആ ബോട്ടിൽ അവന്റെ നെഞ്ചത്തൂടിയും വീണാൽ കാണുമ്പോഴേ കലി വരും സത്യം. ദിലീപിന്റെ കേസ് കാണുമ്പോൾ അതിനേക്കാളും വിഷമമാണ് കേട്ടോ. എല്ലാവരും കൂടി വളഞ്ഞിട്ടങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞ ആ ഒരു കരിയർ, എത്ര വർഷം. ഇപ്പോഴും കുറെ എണ്ണം ദിലീപ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജയ് വിളിച്ചോണ്ട് ദിലീപ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന്. അയ്യോ, അതൊക്കെ ഇതിന്റെ പിന്നിൽ കളിച്ചവര് പുറത്തു വരണം, അതെനിക്ക് പറയാനുള്ളൂ. ഇതെന്താ, ഇതാരാ? ഇല്ല, ആരാ? പേളി മാണി. ഓക്കെ, തൃശ്ശൂരിൽ ഹൈലൈറ്റ് മാളിൽ ഇളക്കി മറിച്ച് പേളി. ഓക്കെ 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 ഓക്കെ. ചങ്ക് ഞങ്ങളുടെ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. എനിക്കൊരു ചായ സമോസ അയച്ചു കൊടുക്കും. ചങ്ക അവന്റെ കാമുകൻ ഇഷ്ടമുള്ള എന്തും വായിച്ചു. ഏതാണ്ടൊക്കെ ശരിയായിട്ടുള്ള പരിപാടിയാണിത്. ഓ ദേവാ, ഇതൊന്നും കാണാൻ വയ്യ പോ. അയ്യേ, എന്തോന്നാ പണി വെച്ചിരിക്ക. കഴുകി. അപ്പൊ നിങ്ങൾ ഈ ഗേൾസ് ഈ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനോട്ടത്തിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നൂലേ, അതാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. വായ്നോട്ടത്തിന്റെ വേറൊരു വേർഷനാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനെ പറയാം. വായ്നോട്ടം, വായ നോക്കി കൊണ്ടുപോകുമ്പോ കാണുമ്പം ക്രഷ് അടിക്കുന്ന സാധനം, അത് തന്നെയാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമുക്ക് ആ കിട്ടുന്ന സ്പാർക്ക്. മൂടുപോയി. ആട് 3യുടെ ഷൂട്ടിങ്ങിനിടയിൽ പരിക്ക് പറ്റിയ വിനായകന് പണി കിട്ടിയെന്നാണ് പറയുന്ന സുഹൃത്തുക്കളെ. ജയത്തിന്റെ ചിമുട്ടാൻ പണി, ഞരമ്പെന്തോ കട്ടായെന്നൊക്കെയാണ് പറയുന്നത്. കുറേ വരട്ടെ, കാണിക്കുന്ന കുന്തളിപ്പുകളും ചില സമയത്ത് കാണുമ്പോൾ എഴുതി കയറാറുണ്ട്. നല്ലൊരു നടനാണ്. 17 years old me. ഓക്കെ, അതിനിപ്പോൾ എന്താ, ഓൺലി ഗേൾസ് ക്യാൻ റിലേറ്റ്. ഓ പീഡ്സ്, ഓ ഇതൊക്കെ എന്താ, ഏതാ യൂണിവേഴ്സ്? എൻ്റെ റീൽസ് എന്താ അപരാധം മാത്രമേ ഉള്ളൂ. അനിയന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പടത്തിൽ? മാധവ് സുരേഷ്
കൊടുത്തു പാപ്പരാസികൾക്ക് ഞാൻ മറുപടി കൊടുക്കാറില്ലെന്ന് അച്ഛൻ്റെ മോൻ തന്നെ ഏതാണ്ട് ചില സമയത്ത്. പിന്നെ വേറൊരു സമയം നോക്കുകയാണെങ്കിൽ ഇത് 23 ആഴ്ച മുന്നേ ഉള്ളതാണ് കേട്ടോ. എയറിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥരാണ്, ഗുണ്ടകളല്ല. മനസ്സിലാവില്ല, കാരണം അല്ലേ? അതെ, മീഡിയക്കാർക്ക് കൊടുത്തണ്ണാക്കില്ല, അതിനെ സത്യം. 1ാം സമ്മാനം നേടി ചിത്രം, വിഷയം പട്ടിണി. 1ാം സമ്മാനം കിട്ടിയ ചിത്രം ചിലന്തി വല കെട്ടിയ കക്കൂസ്. പ്രതിഭയാണ് ഇതുപാടെ ഇതൊക്കെ. എഫ്എസ് മീഡിയ, സർവൈവ് മീഡിയ, വിജയ് മീഡിയ തുടങ്ങിയ ഓൺലൈൻ മീഡിയാസിൽ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വാച്ച് അൾട്രാ ലക്ഷറി ജ്വല്ലറി പ്ലസ് വാച്ച് മേക്കേഴ്സ് ആയ ബുൾഗാരിയുടെ സെർപെന്റി ടുബോഗോസ് മോഡൽ വാച്ചാണ്. ഇതൊരു 35mm കോഡ്സ് പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റ് വാച്ചാണിത്. സമന്തയുടെ കയ്യിലെല്ലാം ഈ വാച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. 18 കാരറ്റ് റോസ് ഗോൾഡ് കേസും ബ്രേസ്ലെറ്റും ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. പാമ്പുകളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ വാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും. bulgari.com എന്ന വെബ്സൈറ്റിൽ പോയാൽ ബുൾഗാരി സെർപെന്റി സിംഗിൾ സ്പൈറൽ വാച്ചിന്റെ വില 11 ലക്ഷം രൂപയാണ്. ബുൾഗാരിയുടെ വെബ്സൈറ്റിൽ ഏറ്റവും വില കുറഞ്ഞ വാച്ചിന്റെ പ്രൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 3,80,000 രൂപ വരും. അത് സെർപെന്റി ടുബോഗോസ് വാച്ചിനല്ല, സ്റ്റീൽ വാച്ചിനാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെർപെന്റി ടുബോഗോസ് ഡബിൾ സ്പൈറൽ വാച്ചിന്റെ വില എന്ന് പറയുന്നത് 51,40,000 രൂപയാണ്. ദുബായിയുടെ സമയത്ത് ഞാൻ 3 വർഷത്തോളം സാലറി മാറ്റി വെച്ച് അങ്ങനെ വാങ്ങിച്ച ഒരു. എങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് ആ വാച്ചിന്റെ കേസും ബ്രേസ്ലെറ്റും ആദ്യമേ തന്നെ ഗോൾഡ് ആണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ഒരിക്കലും ഈ വാച്ച് 3 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ കഴിയില്ല. ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അവിടെയും പറ്റിച്ചു നാട്ടുകാരെ. ജാസിയെ പറ്റിച്ചു. ബിഗ് ഗറഗ്രം ഇത് മറ്റവൻ പോട്ടെ. ഇതെന്താ? ദിലീപ്. പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. തുപ്പാക്കി. ഇവൻ വിജയ് ഫാൻ എന്ന് പറയണം. വിജയ് ഒറ്റ പടം അവനെ അറിഞ്ഞൂടാ. വിജയ് എന്ന് പറഞ്ഞ റിച്ചിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരുത്തൻ. വിജയ് ഒരു സിനിമ പോലും അറിയത്തില്ല. ഞാനൊരു വിജയ് ഫാനാടാ, എനിക്കറിയാടാ. തുപ്പാക്കി. നീ അടുത്ത വെള്ളിയാഴ്ച ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബിഗില് താഴെ, മാസ്റ്റർ ഇപ്പുറത്ത്, അപ്പുറത്ത് സർക്കാർ, ഇത് തുപ്പാക്കി, ഇത് താഴെ ഇപ്പുറത്ത് നൻപൻ, അത് തെറി, ഇത് പോക്കിരി തന്നെ. ബാക്കി താഴോട്ട് കണ്ടോ, പോക്കിരി തന്നെ. ഇതൊക്കെയാണ് എനിക്കറിയാടാ. കിഴങ്ങ കട്ട വിജയ് ഫാനാ ഞാൻ. 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാ. അയ്യോ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ പറയണം. നിനക്കൊരു 20 പറഞ്ഞു. വിജയുടെ പടവും കണ്ടിട്ടില്ല, എന്നിട്ട് വിജയ് ഫാന് പോലും പറ്റിക്കാനായിട്ട്. അമ്മച്ചിക്ക് 10 രൂപയുടെ ബിസ്ക്കറ്റും കൊടുത്തിട്ട് നന്മമരമായ നമ്മുടെ ചേച്ചി. ശരി അമ്മച്ചിക്ക് അത് സന്തോഷമാണ്, അവൾക്കും അത് സന്തോഷമാണ്. എന്തോ ഇങ്ങനത്തെ എന്തോ അനുഗ്രഹം ചോദിച്ച് വാങ്ങി കയ്യെ പിടിച്ച് തലയിൽ വയ്ക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇത്. പോട്ടെ, എന്തേലുമൊക്കെ കാട്ട്. ദിലീപ് സത്യോടെ കാണുമ്പോൾ അങ്ങനെ നിരപരാധിയാണെങ്കിൽ അവസ്ഥ ആലോചിക്കാനാണ് കോടതി വിധി വന്ന്. ഇനി ഇതിൻ്റെ അപ്പുറം എന്ത്? യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാർക്കും വയ്യ. പാവം മനുഷ്യൻ. ഈ വാഴയാ നോക്കട്ടെ ഇവൻ്റെ എന്തൊക്കെയാണ് ഐഡിയെന്ന്. പീഡിപ്പിച്ചായി മോയ്. ഇവനെ കാണുമ്പോൾ തന്നെ അറപ്പാണ്. ഇവനൊക്കെ എന്തോന്നല്ലേ മനുഷ്യന്മാരെ. ഇതൊക്കെ പൊറോട്ട ചെയ്യണ നോക്ക്. ആഹാരം പുറത്തു പോകും അവൻ്റെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ. ആണോ? ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാട്ട് കേട്ടാലോ? ഇംഗ്ലീഷിലൊരു പാട്ട്. എടാ തന്തയില്ലാത്തവനെ, നീ എന്തിനാടാ ഈ പാട്ട് പാടണം? തന്തയില്ലാത്തവനെ.
എന്താ അറേഞ്ച്? അപ്പൊ മറ്റേ നിന്നെ തന്തയ്ക്ക് വിളിക്കൂടാ, വേറെ ആരെ വിളിച്ചില്ലെങ്കിൽ നിന്നെ ഒരു കാര്യമില്ല എന്ന് വിളിക്കും. കാരണം എനിക്ക് അത്ര കളിപ്പാണ് നിന്റെ വീഡിയോ കാണുമ്പോൾ. ചിലപ്പോൾ പൊട്ടും. ഞാൻ ഒരിക്കലും പറഞ്ഞ ചേട്ടൻ ചോദിച്ചോളൂ, ചേട്ടൻ ചോദിക്കൂ. ഇതൊക്കെ മുന്നേയുള്ള വീഡിയോ. ഇതേപോലത്തെ ഒരു മുതലല്ല ഒരു കുട്ടിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓക്കെ ആണെങ്കിൽ പാപ്പയിലൂടെ പോയാലോ? എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? കൊച്ചു പാപ്പത്തര ട്രിവാൻഡ്രത്ത് കയറിയിട്ട് പിള്ളേർ പോ. ഇതെന്താ സംഭവം? നിധി അഗർവാൾ വെളിമാൻ. അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന അച്ചായൻ പോകല്ലേ എന്ന ആരാധകർ. എന്താ സംഭവം? ഓ അച്ചായൻ, മറ്റേ അങ്ങേര് ഗോൾഡ്. ആരെങ്കിലും എന്നോട് ചോദിക്കണം ഞാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ. ദിലീപേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം ആ സെറ്റിൽ അത്രയും ദിവസം വർക്ക് ചെയ്ത് ഞങ്ങളെ പ്രൊമോഷൻ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ദിലീപേട്ടൻ്റെ ഫാനായ ഒരാളാണ്. മുന്നേ ഫാനാണ്, പക്ഷെ നമ്മളൊരാളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്നേഹമില്ല. അങ്ങനെ ദിലീപേട്ടൻ അടിപൊളി, സൂപ്പർ. നല്ലൊരു കോ ആക്ടറായിരുന്നു, നല്ലൊരു ഹ്യൂമണാണ്. ഞങ്ങളെല്ലാവരും ദിലീപേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാനൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് അല്ല, അപ്പം ദിലീപേട്ടൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെ വന്ന എല്ലാവരും ദിലീപേട്ടൻ ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു വെൽവിഷറായിട്ട് കൂടെ ഉണ്ടാവും, നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണ്. കണ്ടു എനിക്ക് മോനെ കാണുമ്പോഴേ ഏതാ മോൻ പെരേര സത്യമായിട്ടും പെരുത്ത് വരുവേ. ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? അതെ, ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കി ഒരുത്തൻ. അവന്റെ വരവാണ്, രാജാവിന്റെ വരവ്. അയ്യോ, AJP ആറാട്ടെണ്ണൻ നേരെ കയ്യേറ്റ ശ്രമം. അയ്യോ, നല്ല ഏതോ ഒരു പ്രോഗ്രാമിന് അലങ്കോലാക്കി 2 അപരാധികളെയും വിളിച്ചു വരുത്തി. ഫീൽഡ് ഔട്ട് അണ്ണനും ഈ മൈക്ക് മോൻ അണ്ണനും. AJP മെൻഷൻ ഷീ. അടുത്തവൻ നോക്കട്ടെ. ക്യാഷ് പ്രാങ്ക്. ഒരൊറ്റ ചോദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ചോദ്യം ഇത് ചാനല് മാഹി മച്ചാൻ എന്ന് പറയുന്ന ചാനലാണ്. അപ്പം ചോദ്യം സോഷ്യൽ മീഡിയ. അതെ, ഒറ്റ ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം? അറിയില്ല. ഫിസിക്സിന് ഒന്നാമത് ഞാൻ ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു. മാർവേനിസ് കോളേജിലാണ് പഠിച്ചത്. അറിയില്ല. ആ സമയത്ത് ഞാൻ ആകാശവാണി പ്രോഗ്രാമിൽ ശ്രീകണ്ഠൻ സാറിന്റെ ഇതൊന്നും ഉത്തരമായിട്ട് പറയണം. അങ്ങനെ അതിന് പോയിരുന്നു. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം? അറിയില്ല. അല്ല, ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് അങ്ങനെയല്ല. സിനിമയെ ഓക്കെ, ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഓക്കെ, A for apple, B for ball, C for cat. മൂവായിരം. കൺഗ്രാജുലേഷൻ. ശരിക്കും ഹാപ്പി. ഇങ്ങനെയുണ്ട് ആൾക്കാർ നമ്മുടെ ദിവസം തന്നെ. പൊന്നളി അങ്ങനെ അവസ്ഥ കേട്ടാ, ഇത് കാണുമ്പോ അങ്ങനെ അവസ്ഥ. നമസ്കാരം, AJP ആണ്. അപ്പോ ബർത്ത്ഡേ വിഷയം, കല്യാണ വിഷയം, അമ്മദിസ വിഷയം. നിന്റെ അച്ഛന്റെ പേരെടുപ്പും കൂടി നീ വിഷയടാ. നാറി 2500 പേയ്മെന്റ്. അവക്കാണെങ്കിൽ GPay നമ്പറിൽ മെസ്സേജ് അയക്കാം. 2500 കത്തിച്ചു കളഞ്ഞാലും നിനക്കൊന്നും തരാൻ പോണില്ല. അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ 9946246143 മെസ്സേജ് അയക്കാം. 9946. ഇവന്ത് കാണാപ്പാടം പഠിച്ചിരുന്നു പറയണ. പണ്ട് നമ്മളെ ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആ ഒരു സെറ്റപ്പിൽ നമ്മൾ കാണാനൊക്കെ പഠിച്ചിരുന്നു പറയില്ല. ആ ഒരു സെറ്റപ്പിലാണ് പിടിച്ചോണ്ട് പോണത്. 246143 നമ്പറിൽ മെസ്സേജ് അയക്കാം. പിന്നെ ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ, ജുവലറി, ചെറിയ ചെറിയ ഷോപ്പുകളുടെ പ്രൊമോഷൻസ് ഒക്കെ എടുക്കുന്നു. ഒരു പെട്ടിക്കടയ്ക്ക് പോലും ഇവനെയൊന്നും വിളിക്കല്ലേ. നിങ്ങളെ കടയൊക്കെ കൂട്ടിച്ചോറായി പോലാൻ്റെ കുളന്തുണ്ട്. സോ പ്രൊമോഷൻസിന്റെ 10,000 രൂപ പേയ്മെന്റ് വേണ്ടവർ മെസ്സേജ് അയക്കാം. 9946246143. ഇപ്പൊ ബ്യൂട്ടി പാർലറിന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ ഷോപ്പുകളുടെയും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. 10,000 മുതൽ 20,000 വരെ പേയ്മെന്റ്.
ഓക്കെ മതി. റീൽസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം ഈ അവരാതി മോനാണ് എൻ്റെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവരാതി മോനെ റിയാക്ട് ചെയ്യാനും എനിക്കും മടിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് അഭിപ്രായമായിട്ട് പറയാനുള്ള ഈ ക്രിസ്മസിനെ പറ്റിയിട്ട്? ഈ 2025 നിങ്ങളൊക്കെ എന്ത് നേടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? ഹാപ്പി ആയിരുന്നു, സാഡ് ആയിരുന്നോ? ഒന്ന് പറയാമോ? പറയാൻ പറ്റുന്നവരൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.